എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടൂൾസാണ്. അത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 8 വാട്ട്സ് ലിഥിയം അയൺ കോർഡ്ലെസ് റോട്ടറി ടൂളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇത് നമുക്ക് വീടുകളിലൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു ടൂളാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഡ്രിൽ ചെയ്യാം, കട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യാം, പോളിഷിങ് ചെയ്യാം തുടങ്ങിയ നൂറുകണക്കിന് ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ കുറച്ച് വീഡിയോസുമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ടൂൾ ബോക്സ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ടൂൾസിൻ്റെ ഡീറ്റെയിലൊക്കെ എഴുതിയിട്ടുണ്ട്. മിഷന് 1 ഇയർ വാറണ്ടിയാണുള്ളത്. മനോഹരമായൊരു ബ്ലാക്ക് ബോക്സിനകത്താണ് ടൂൾ വരുന്നത്. ഒരു ഓറഞ്ച് ഓപ്പണറും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മിഷന്, ബ്ലാക്ക് ആൻഡ് ഡെക്കർ 8 വാൾട്ട് കോർഡ്ലെസ് റോട്ടറി ടൂള്. ലുക്കൊക്കെ അടിപൊളിയാണ്. വശങ്ങളിൽ ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് വശത്ത് അതിൻ്റെ നോബ്, ടോപ്പ് വശങ്ങളിൽ അതിൻ്റെ കൺട്രോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ചാർജിങ് പോർട്ടാണ്, ചാർജ് ചെയ്യാൻ വേണ്ടി. അത് ഓൺ ഓഫ് സ്വിച്ച്, ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ അതേ കാണിക്കും. അതുപോലെ ഫ്രണ്ടിൽ LED ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് വശത്ത് അതിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ തിരിക്കുന്ന ഒരു സ്വിച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ 5 സ്പീഡാണുള്ളത്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഹെഡ് വരുന്നത് 3mm ബിറ്റുകളിടാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. 3mm ബിറ്റ് വരെ നമുക്കിതിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള നോബ് ഇപ്പോൾ കിടക്കുന്ന 3mmൻ്റെയാണ്. അതിൻ്റെ ഒരു 3 നോബും കൂടെ എക്സ്ട്രാ നമുക്ക് നൽകിയിട്ടുണ്ട്. 1mm, 1.5, 2.5, പിന്നെ ഈ കിടക്കുന്ന 3mm. ഇതിൻ്റെ സൈഡ് വശങ്ങളിലും ബ്ലാക്ക് ആൻഡ് ഡെക്കർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു റബ്ബറിൻ്റെ ഗ്രിപ്പാണ് ഇതിന് നൽകിയിട്ടുള്ളത്. കയ്യിൽ നമുക്ക് സ്മൂത്തായിട്ട് പിടിക്കാവുന്ന രീതിയിൽ. ഇതിനൊപ്പം നമുക്ക് കുറച്ച് ടൂൾസുകളും കൂടെ എക്സ്ട്രാ നൽകിയിട്ടുണ്ട്. അഡീഷണൽ അക്സസറീസാണ് ഇതൊക്കെ. കുറേ ബിറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ളൊരു കേബിള്, അതുപോലെ തന്നെ യൂസർ മാനുവലും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. ഈ മെഷീൻ ഏകദേശം ഒരു 2700 രൂപയോളം വില വരും. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് കയറി വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ അക്സസറീസ് വരുന്നത് വളരെ കുറച്ച് ബിറ്റുകളെ നമുക്ക് കിട്ടുന്നുള്ളൂ. മെഷീനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇതൊരു കട്ടിംഗ് വീലാണ്. അതൊരു 10 നമുക്ക് നൽകിയിട്ടുണ്ട്. മെറ്റലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ബഫിംഗ് വീല്, അതുപോലെ തന്നെ അതിൻ്റെ നോബുകൾ, ഗ്രൈൻഡ് ചെയ്യാനുള്ളത്, ബ്രഷ്, അതിൻ്റെ ചാവി തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ഒപ്പം നൽകിയിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ കട്ടിംഗ് വീലുകൾ. അതൊരു 10 നമുക്ക് നൽകിയിട്ടുണ്ട്. മെറ്റലും ഒക്കെ നമുക്ക് അത് വെച്ച് കട്ട് ചെയ്യാം. പോളിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, അതുപയോഗിച്ച് അത് ടൈറ്റ് ചെയ്ത് നമുക്കിത് പോളിഷിങ്ങൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഗ്ലാസ്സൊക്കെ പോളിഷ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കല്ലുകളാണ്. ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യുന്ന വീലുകളൊക്കെ ഇടാനുള്ള സ്ക്രൂ ഇടാനുള്ള സാധനങ്ങൾ, പിന്നെ അതുപോലെ ഇത് ബ്രഷ്, സാൻഡ് പേപ്പറുകൾ, ബിറ്റൊക്കെ രാകാനുള്ള കല്ലുകൾ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നോബ്, 3 സൈസിലുള്ളത്. 1mm, 1.5, 2.5 ബിറ്റുകളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗ്രൈൻഡിങ് വീൽ അതിൽ ഇടുവാണ്. അതതിൽ കയറ്റിയിട്ട് നമുക്കിതിൻ്റെ ചാവിയുണ്ട്, അത് ഉപയോഗിച്ച് അത് ടൈറ്റ് ചെയ്ത് അത് ഊരിപ്പോകത്തില്ലാത്ത രീതിയിൽ
നമുക്കതിൽ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു 3mm ബിറ്റാണിത്. ഇതിട്ട് നമുക്കൊന്ന് കിഴിച്ച് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഈ ബിറ്റ് നമുക്കിതിനിപ്പം കിട്ടത്തില്ല, നമ്മളിത് എക്സ്ട്രാ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്. ഇത് ബിറ്റിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണ്. ആദ്യം സ്പീഡ് കുറച്ചിട്ടാണ് നമ്മളൊന്ന് കിഴിച്ച് നോക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കിഴുത്തേക്ക് കിഴിക്കാൻ പറ്റും. ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് മാക്സിമം സ്പീഡിലൊക്കെ നമുക്ക് കിഴിക്കാം. നമ്മളിത് സ്റ്റീൽ സ്ക്രൂ ചെയ്ത് നോക്കുകയാണ് ആ ഹോൾ അടിച്ച വഴി. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് വുഡിൻ്റെ പീസിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സ്ക്രൂവും കൂടെ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ ഒരു കാസ്റ്റേണിൻ്റെ സ്ക്രൂ ആണ്, ഈ ജിപ്സം ഒക്കെ ചെയ്യുന്ന സ്ക്രൂ ആണിത്. അതും നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്കൊരു മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇട്ട് നോക്കാം. അതിന് വേണ്ടി ഈ നോബ് അതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് നമ്മളിതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാണ്. രണ്ട് സൈഡിലും വാഷർ ഇട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടി, എന്നാലേ ആ ബിറ്റ് കറക്റ്റായിട്ട് അത് ടൈറ്റ് ആവുള്ളൂ. ഇത് നമുക്ക് ഇതിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പലതരത്തിലുള്ള ബിറ്റുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഇത് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ബിറ്റാണെങ്കിലും അതിൻ്റെ 3mm സൈസിലുള്ള ബിറ്റുകളാണ് നമ്മൾ മേടിക്കേണ്ടത്, എന്നാലേ നമുക്കത് ഇതിൽ കറക്റ്റായിട്ട് സ്യൂട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന അതിൻ്റെ ചാവി നമ്മൾ മാറേണ്ടി വരും. ചാവിയല്ല, അതിൻ്റെ ചക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിട്ട് കാസ്റ്റേണിൻ്റെ സ്ക്രൂ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് മെറ്റലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് കാണുന്ന പോലെ തന്നെ ആ ബിറ്റ് ഉപയോഗിച്ച് നമ്മളിത് കട്ട് ചെയ്യുന്നതാണ്. ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് SS-ൻ്റെ ഒരു സ്ക്രൂ നോക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീല്. അതും കട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഇച്ചിരി ഹാർഡ് സ്ക്രൂ ആണ്. അപ്പോൾ അതും നമുക്ക് ഇതുപയോഗിച്ച് കട്ട് ചെയ്യാം. സ്റ്റീലൊക്കെ നമുക്ക് സ്റ്റീല്, അലുമിനിയം, ഏത് വസ്തുവും മെറ്റലായിട്ടുള്ള എന്ത് വസ്തുവും നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ബഫിംഗ് വീൽ ഉപയോഗിച്ച് എവിടെയെങ്കിലും ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം. ഇതൊരു മൊട്ടോമാക്സിൻ്റെ ഒരു കാർ പോളിഷാണ്. ഇത് നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ്. ഇത് റബ്ബിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പോളിഷാണ്. നമുക്കതൊന്ന് ഉപയോഗിച്ച് വണ്ടിയുടെ ഒരു അക്ഷരങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒന്ന് ക്ലിയറായി വരുമോ. അതുപോലെ തന്നെ ബോഡിയുടെ പാർട്ടിലും കുറച്ച് തേക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്കിത് ചെയ്ത് മനസ്സിലാക്കാം. ഏത് പോളിഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് പോളിഷ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വേറെണ്ണം മേടിച്ചത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാറ്റം എന്നാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ബോഡിയുടെ പാർട്ട് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. ആ പോളിഷ് ചെയ്തിടം മാത്രം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചെറിയ പോർഷനൊക്കെ നമുക്ക് ഇത് വെച്ച് പോളിഷ് ചെയ്യാം. വണ്ടിയുടെ ഗ്ലാസ്സുകൾ, അക്ഷരങ്ങൾ, അതുപോലെ ബൈക്കിൻ്റെ പാർട്സുകളൊക്കെ നമുക്കിത് ഉപയോഗിച്ച് നല്ലപോലെ പോളിഷ് ചെയ്യാൻ പറ്റും. ഏത് വസ്തുവാണേലും നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുന്നതാണ്, വിളക്കുകളുമൊക്കെ. ഇപ്പോൾ ബൈക്കിൻ്റെ നമുക്കൊരു പാർട്സും കൂടെ ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മൾഗാർഡാണ്, ബൈക്കിൻ്റെ ഫ്രണ്ടിലെ മൾഗാർഡാണ്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അത് വെച്ചൊന്ന് റഫ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കാറിൻ്റെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്പീഡ് കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ മാറ്റം എന്നാന്ന്. അല്ലാത്തതല്ല അപ്പടി ചെളി പിടിച്ചിരിക്കുകയാണ്. നമ്മളത് കഴുകാതൊക്കെയാണ് പോളിഷ് ചെയ്തത്. അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ കുറച്ച് ബിറ്റുകൾ എക്സ്ട്രാ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ എക്സ്ട്രാ നമ്മൾ കുറച്ച് ബിറ്റുകളും കൂടെ മേടിച്ചാണ്. ഇത് മറ്റേ ഡയമണ്ട് ബിറ്റാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡയമണ്ട് അല്ല, ആർട്ടിഫിഷ്യൽ ഡയമണ്ടുകളാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഈ ഗ്ലാസ്സുകളിലൊക്കെ പേരെഴുതാൻ, അതുപോലെ തന്നെ ഈ ഗ്രാനൈറ്റ് പോലുള്ള വസ്തുക്കളിലും ഒക്കെ ഡിസൈൻ ചെയ്യാനും അതിനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഹാർഡായിട്ടുള്ള വസ്തുക്കളൊക്കെ പോളിഷ് ചെയ്യാനും അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറേ ബിറ്റുകളാണിത്. ഇത് 10-25 ബിറ്റോളം ഉണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം ഒരു 450 രൂപ വില വരും. അപ്പോൾ ഈ 2 ബിറ്റുകളുടെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും നമ്മൾ ഡയമണ്ട് ബിറ്റാണ്, ഡയമണ്ട് കട്ടിംഗ് വീലാണ്. ഇത് നമ്മൾ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതും 10 എണ്ണം ഉണ്ട്. ഇതൊരു 470 രൂപയോളം വില വരും 10 എണ്ണത്തിന്. അതിൻ്റെ ഇതെല്ലാം തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ ചെയ്ത് നോബുകളെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗ്ലാസ്, അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ പീസുകൾ ഒക്കെ നമുക്കിത് വെച്ച് കട്ട് ചെയ്യാം. കല്ലുകൾ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഡിസ്ക് ഉപയോഗിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആ സാധനം. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇതും ഒന്ന് ഇട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് വസ്തു കട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്. നമുക്കൊരു കുപ്പിയോ വല്ലോ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലൊരു മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീടുകളിലൊക്കെയുള്ള ഒത്തിരി വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഹോള് ഡ്രിൽ ചെയ്യാനും ഭിത്തിയിലൊക്കെ ഒന്ന് ഡ്രില്ലടിക്കാനും ഒരു സ്ക്രൂ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ആർട്ട് വർക്കുകൾ ചെയ്യുന്നവരും വുഡൻ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ് ഈ മെഷീന്. അതുപോലെ തന്നെ നമുക്ക് കുപ്പിയിലും ഗ്ലാസ്സിലും ഒക്കെ ഡിസൈൻ ചെയ്യാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ അക്ഷരങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാൻ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്കിതൊന്ന് വെച്ചൊരു കുപ്പി കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പം 3ാമത്തെ സ്പീഡിലിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് കട്ടായിട്ടുണ്ട്, കിഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുപ്പിയൊക്കെ നമുക്ക് ഈ ബിറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഡിസ്ക് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കല്ലുകളൊക്കെ ഉപയോഗിച്ച് ഇത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ബിറ്റുകളെല്ലാം അതിലിട്ട് നമുക്കത് പല ഷേപ്പിലൊക്കെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വുഡൊക്കെ പേപ്പർ പിടിക്കുന്നൊരു വീലാണ്. നമുക്ക് ഇതൊന്നിട്ട് ഒന്ന് പേപ്പർ പിടിച്ച് നോക്കാം.
ഇതുപയോഗിച്ച് നമുക്ക് മെറ്റൽ, വുഡ് തുടങ്ങിയ പീസുകളൊക്കെ പോളിഷ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നല്ലപോലെ നമുക്ക് പേപ്പർ പിടിക്കാൻ പറ്റി ഇത് വെച്ച്. അടിപ്പീസ് നമുക്ക് പേപ്പർ പിടിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.